ഉപദേശം എങ്ങനെ എന്നുള്ളതൊരു കോഴ്സാണ് ശരിക്കും. ഇപ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കുറേ അത് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താണ്. 7 കാര്യങ്ങൾ ഇവിടെ ഒരു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഉപദേശം എന്ന് പറയുന്ന സാധനം ആരോടാണെങ്കിലും, മക്കളോടാണെങ്കിലും സ്കൂളിലെ കുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും അതിൽ ഇഖ്ലാസ് വേണമെന്നാണ്. ഉപദേശിക്കുന്ന ആൾക്ക് പ്യുവറായിട്ട് ഇത് പടച്ചവൻ്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. എത്ര രക്ഷിതാക്കൾ അതിനൊരു ഇബാദത്തിൻ്റെ മനസ്സോടെ സമീപിക്കലുണ്ട്. അപ്പം തന്നെ അതിൻ്റെ അതിലൊരു പ്രശ്നം വരുന്നുണ്ട്, അതിലൊരു കലർപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ പർപ്പസ്, ആ ലക്ഷ്യം തീവ്രം നടക്കൂല. രണ്ടാമത്തെ കാരണം, പിന്നെ ആ ഉപദേശിക്കുന്ന വ്യക്തി 100% എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യണം. കുട്ടിക്ക് ഇങ്ങനെ ഇതന്നെ വെറുതെ കൺട്രോൾ ചെയ്യാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുക. ഇപ്പോൾ അമ്പിയാക്കൾ പോലും ആനലക്കും നാസിഹുൻ അമീൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗദർശിയാണ്, ഞങ്ങളോട് കൂലി ചോദിക്കണില്ല എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. എല്ലാ നബിമാരും പറഞ്ഞാണ് ആനലക്കും നാസിഹുൻ അമീൻ എന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയാണെന്നുള്ളത്. അപ്പോൾ അത് പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും ഒരു രക്ഷിതാവിന് എന്ത് ചെയ്യാൻ പറ്റണം, പ്രകടിപ്പിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയോട് നോ പറയേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താൽ 50 ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഏതാണ് ഏറ്റവും പ്രധാനമായി നോ പറയേണ്ടത്, കാഷ്വാലിറ്റീസ് ഏതൊക്കെയാണ്, ഏറ്റവും അപകടകരമായത് ഏതാണ്, അപ്പോൾ അത് നോ പറയാം. അല്ലാത്തതൊന്ന് കണ്ണിയും വേണ്ടി വരും. ഓരോന്നിങ്ങനെ സെറ്റിൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ തെറ്റ് ചെയ്യാതെ കുട്ടികളെ ഉപദേശിക്കും. തെറ്റ് ചെയ്യാതെ, മനസ്സിലല്ലേ? അതിപ്പോൾ 2 കുട്ടികളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി കരയുണ്ട്. അപ്പം മറ്റേ കുട്ടീനെ പോയിട്ട് പൊട്ടിക്കുക അല്ലേ? എന്താ സംഭവം? ഈ കുട്ടി ചിലപ്പോൾ നല്ലൊരു കടി കൊടുത്തിട്ടുണ്ടാവും. കടി കൊടുത്തപ്പോൾ വലുത് എന്താണ്, കുറച്ചുകൂടി വലിയ കൈയല്ലേ, ഒന്നും കൊടുത്തപ്പോൾ കാര്യമായിരിക്കും. അപ്പം പ്രതിയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു തെറ്റ് നടന്നിട്ടുണ്ട്, കുറ്റക്കാരനാണ് എന്നുള്ളത് എന്താണ് ഉറപ്പുവരുത്തണം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ് ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ജീവിതാവസ്ഥ ഉണ്ടായിരുന്ന ആളാണ്, ഹെൽത്ത് ലെവലുണ്ടായിരുന്ന ആളാണ്. പിന്നെ അവരുടെ കുടുംബത്തിലൊക്കെ തന്നെ പെട്ട ഒരാൾ, ഞാൻ കല്യാണം കഴിച്ചോളാം, റിസ്ക് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു. മക്കളില്ലാതെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. എപ്പോഴോ അവർ പ്രഗ്നൻ്റായപ്പോൾ എല്ലാവരും കൂടി അവരോട് ആവശ്യപ്പെട്ടു അത് അബോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവർ വളരെ കണിശമായി പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, ഇനി എൻ്റെ കുട്ടി ജീവിച്ചോട്ടെ, ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കൂല എന്ന് കണിശമായി പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ കുഞ്ഞ് ജനിച്ചു. കുറച്ച് റിസ്കോട് കൂടെ അവരുടെ ജീവന് അപായപ്പെടുത്തപ്പെടാത്ത രീതിയിൽ തന്നെ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ഈ കുട്ടീനെ അവർ താലോലിച്ച് വളർത്തുകയാണ്. അപ്പോൾ ഇവനെ പറ്റിയൊരു കംപ്ലയിൻറ്റ് വന്നു. ഇവൻ വരുമ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നമാണ്, മാവിനറിയുണ്ട്, കച്ചറയാണ്, ബഹളമാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞെടുക്കുക ഇവനെന്ന് പറഞ്ഞിട്ടാണ്. ഇവനെന്തോ ടൂറിൽ എന്തോ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട്, ലഹരിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു പ്രശ്നം ഇവനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇല്ല, എന്നെ പറ്റി വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്, എല്ലാ ആളുകളും എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സൈഡിൽ 2 ആളിരിക്കുന്ന ആളുകളൊക്കെ അത് യൂസ് ചെയ്യുന്നവരാണ്, എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു ഞാനിതിൻ്റെ ആളാണെന്ന്. അപ്പം അത് ഒരു പ്രധാന കാര്യമാണ്, അത് ആ ഇഷ്യൂ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഒരു കാര്യം കേട്ടാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്, അതിൽ ആക്ഷൻ എടുക്കാൻ പോകരുത്. നമ്മളെ തലൻ്റെ ഉള്ളിൽ ദേശത്തിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം സ്വസ്ഥമായ ആ വിഷയത്തെ സമീപിച്ചാണ് എന്ത് ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ തന്നെ അതിൽ വർത്തമാനം പറയാനും ഉപദേശിക്കാനൊന്നും പോകരുത്. അങ്ങനത്തെ കുറേ കാര്യമുണ്ടോ, എല്ലാ കാര്യവും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്, കുറേ കാര്യം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. മറ്റൊരു വിഷയത്തിൽ ഇതിന് പറ്റിയ സമയവും സന്ദർഭവും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, സംസാരിക്കാൻ പറ്റിയ. അപ്പം ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും മുന്നിന്നാകരുത്. കൂട്ടുകുടുംബത്തിലാണെങ്കിൽ മൂത്താപ്പയൊക്കെ നിൽക്കുന്നിടത്തുനിന്നാകരുത്. കാരണം ഈ മൂത്താപ്പയൊക്കെ പിന്നെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചാകരുത്, ആൾക്കൂട്ടത്തിലാകരുത്, ബസ്സിൽ വെച്ചിട്ടാകരുത്. ഇങ്ങനെ കൃത്യമായ സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവന് കേൾക്കാവുന്നൊരു മാനസികാവസ്ഥയുള്ള സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, വളരെ ബുദ്ധിപരമായിട്ടുള്ള വാക്കുകളാവുക. യാ ബുനിയ എന്നാണ് ആര് വിളിച്ചത്? ലുഖ്മാൻ അലൈഹി സ്വലാം വിളിച്ചത്. എൻ്റെ കുഞ്ഞോ എന്നാണ് വിളിച്ചത്. പച്ചിൻ്റെ കുഞ്ഞോ എന്നാണ് എൻ്റെ മലപ്പുറം ഭാഷ, യാ ബുനിയ എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് ആ നിലക്ക് ഏറ്റവും നല്ല ഭാഷയിൽ, എന്നാൽ ചിലത് വളരെ കണിശായിട്ട് പറയേണ്ടതായിരിക്കും, ചിലത് ചിലപ്പോൾ ഒന്ന് കൈവെക്കേണ്ടതായിരിക്കും. അതൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ ആർക്ക് പറ്റണം? ഈ പാരൻറ്റിന് ശരിക്ക് പറ്റണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം. ഈ ഉപദേശം മാത്രം ആകരുത്. ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടാകും, പക്ഷേ ഇതൊന്നും പ്രകടിപ്പിക്കൂല, ഒരു ഉമ്മ കൊടുക്കൂല, ഒന്ന് ചേർത്ത് നിർത്തൂല. ഇപ്പം നമ്മളെ 7ാം ക്ലാസ്സിൽ മാറിയ അറബി പാഠപുസ്തകം ഉണ്ടല്ലോ, അറബി പാഠപുസ്തകത്തിലെ 1ാമത്തെ പാഠം അൻത ജൗഹറത്തി എന്നായിരുന്നു, നീയാണ് എൻ്റെ രത്നം എന്നതായിരുന്നു. അപ്പോൾ സ്വന്തം മാല വിറ്റിട്ട് മോനെ ചികിത്സിക്കണ ഉമ്മാൻ്റെ കഥയാണ്. അപ്പോൾ ഞാൻ ഈ പിന്നെ പാടെടുക്കുമ്പോൾ പൊതുവേ ഒരു ചാർട്ട് ചുമരിലൊട്ടിക്കും, ഉമ്മാക്കൊരു ഉമ്മ എന്നാണ് എൻ്റെ ടൈറ്റിൽ. ഉമ്മാക്ക് ഉമ്മ എടുത്ത് വന്ന ആളുകളോടൊക്കെ ടിക്ക് ചെയ്യാൻ പറയും. കുട്ടികൾ വരും, അവരിങ്ങനെ ടിക്ക് ചെയ്യും. കുറേ ദിവസം കഴിയുമ്പോൾ ഞാനൊന്ന് വെരിഫൈ ചെയ്യും, ഒന്ന് പേരൊക്കെ വിളിക്കും, ഉമ്മൊന്നും കൊടുക്കലില്ല എന്നൊക്കെ ഒന്ന് ചോദിക്കും. അപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഉമ്മ കൊടുക്കാത്ത കുറച്ച് കുട്ടികൾ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഉമ്മ പറയാം എൻ്റെ ഒരു ആശ്ചര്യം. ഇപ്പോൾ റേഡിയോ പല ലഹജകളിലുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട്. മലപ്പുറം ഭാഷയിൽ എൻ്റെ ഒരു ആശ്ചര്യം എന്ന് പറഞ്ഞാൽ നീ എന്തൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അർത്ഥം. എന്നും പണ്ടുമില്ലാത്തൊരു സംഭവം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉമ്മാക്ക് ഉപ്പാക്ക് ഉമ്മ കൊടുക്കാൻ ചെല്ലുമ്പോൾ, ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ
അതവർക്ക് ഫീൽ ചെയ്യണില്ല, മീൻസ് അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് അവർക്ക് ആവശ്യം അവർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇതിൽ ഉണ്ടാകേണ്ടതാണ്. അതേപോലെ തന്നെ ഏറ്റവും രഹസ്യമായി ഉപദേശിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൽ പെട്ടതാണ്. അതേപോലെ ഉപദേശിക്കുന്ന വിഷയത്തിൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ ഉമ്മ ഖുർആൻ പാരായണം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉമ്മ ഇപ്പൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു സമയത്ത് ഇങ്ങനെ ഖുർആൻ ഓതി വരുന്നത് കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അതിലേക്ക് എത്തും. ചില കാര്യങ്ങൾ വർത്താനം പറഞ്ഞിട്ടല്ല, പ്രവർത്തിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ഒരു ഫർലായ സംഗതി അല്ല ചിലപ്പോൾ, അല്ലേ, തലമറക്കുന്നത് പോലെയല്ല. അപ്പോൾ ആ ഹിജാബ് കുട്ടികൾ ഇടാതിരിക്കാനുള്ളൊരു സാമൂഹിക കാരണം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ താന്തോന്നികളായ തമ്മാടികളായ കുറേ ക്യാമ്പയിനേഴ്സ് ഉണ്ട്, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകൾ. അതിൻ്റെ സ്വാധീനമുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യണത്, ജീവിക്കണത്. അപ്പോൾ ഉമ്മ ശരിക്കും എന്ത് ചെയ്യണം, നമ്മുടെ ഡയലോഗ് പരമ്പരയൊക്കെ കേൾക്കണം, കുട്ടികളെ എന്ത് ചെയ്യണം, ഇതൊക്കെ കേൾപ്പിക്കണം. അപ്പോൾ ആ ഒരു മുന്നറിവ് സൃഷ്ടിക്കണം. ഞാൻ ഹൈസ്കൂളിലാണ് പോകുന്നത്, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നത് പറയാതെ പറയണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നിലമ്പൂരിൽ നമ്മൾ ഡയലോഗ് എടുക്കുമ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഗേ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ കാര്യമായിട്ട് എടുത്തത്. അപ്പോൾ എൻ്റെ മോനൊരു ദിവസം അപ്പോൾ ഞാൻ വൈഫിനോട് വിളിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ കണ്ടൻറ്റ് മൊത്തത്തിൽ കണ്ടപ്പോൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ അജണ്ട പൂർത്തിയായപ്പോൾ എനിക്ക് തോന്നി ഇത് കുട്ടികൾ കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനൊക്കെ ഒന്ന് കാണണമെങ്കിൽ നല്ലതാണ്, മോളെ ഫുള്ളായിട്ട് നിർബന്ധിക്കൊന്നും വേണ്ട, ഓനിരുന്ന് കണ്ടോട്ടെ, നീ ഒന്നിച്ചിരുന്ന് കണ്ടോളേണ്ടെന്ന് പറയാം. അപ്പോൾ അവനത് കണ്ടു. പിന്നെ ഇവന് എനിക്കൊണ്ട് തന്നെ 6ാം ക്ലാസ്സിലാണ്. പിന്നെ 6ാം ക്ലാസ്സിലെ ഇവനിങ്ങനെ ക്ലാസ്സിലിരുന്നിട്ട് അവൻ്റെ കയ്യിൽ എന്തോ അങ്ങനെ ഒരു എസ്ന്നോ എന്തോന്ന് എഴുതി. അപ്പോൾ ഇത് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഗേൾ ഫ്രണ്ട്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ നീ ഗേ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം വന്നിട്ട് പിന്നെ ഉമ്മാനോട് പറയണത്, ബാസിൽ കാക്ക പറഞ്ഞു ശരിയാണമ്മ, എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി നീ ഗേ ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഒരു മുന്നറിവ് അവിടെ കിട്ടിയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു അജണ്ട അമ്മ ഒരു ശ്രദ്ധ ഉണ്ടാവും. ഇതേപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പം ചെറിയ പ്രായമാകുമ്പോൾ കുട്ടിക്ക് 7 വയസ്സാകണ സമയം നോക്കിയിട്ട് ഓൺലൈനിൽ നമ്മളൊരു നല്ല മുസല്ല ബുക്ക് ചെയ്യുന്നു. ആ ദിവസം ഒരു മുസല്ല അങ്ങനെ വരുന്നു. ആ ദിവസം ഏകദേശം കണ്ട് റെഡിയാക്കിയിട്ട് ആ മുസല്ല അവന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്നു. ഒരു ഞാൻ വാങ്ങി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ടോർച്ച്, ചെറിയൊരു ടോർച്ച്. ഞങ്ങളെ തറവാട്ട് വീട്ടിലൊരു പള്ളിയുണ്ട്, അവിടെയായിരുന്നു ഞങ്ങൾ നേരത്തെ, നമുക്ക് ടൗണിൽ പള്ളി വരുന്നതിന് മുമ്പ് അവിടെയാണ് പോയിരുന്നത്. അപ്പോൾ ആ ടോർച്ചൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് അവനെന്തിനാണ് പള്ളിയിൽ വരുന്ന ടോർച്ച് അടിക്കാനാണ്, മനസ്സിലല്ലേ. അതേപോലെ തന്നെ രാവിലെ ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെ റയർ ദിവസങ്ങളിൽ പോയിട്ട് നേരെ പള്ളിയിൽ നിന്ന് പോയിട്ട് ഒരു ചായയും ഒരു നെയ്യപ്പോ ഒരു വെള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നു. പിന്നെ അവൻ അല്ലെങ്കിൽ അവൾ നിസ്കരിക്കണീനെ നമ്മൾ നന്നായി എല്ലാവരോടും ഇങ്ങനെ പറയുന്നു, എന്തോ നല്ല നിസ്കരിക്കാൻ പോണ കുട്ടിയാണ്, ഉഷാറാണ്. ഈ പ്രോത്സാഹനങ്ങൾ, ഇങ്ങനത്തെ കുറേ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്. ഉപദേശം എന്ന് പറയുന്നത് ഇങ്ങനെ നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം എന്ന് പറയൽ മാത്രമല്ല, അതുകൂടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം.